Good morning, dear students. In the last class, we are discussed about atmospheric pressure. What is meant by atmospheric pressure? We are studied atmospheric pressure is the force exerted by air particles on the atmosphere. It is the force that is exerted by air particles is called atmospheric pressure. Then next we have to discuss which are the situations in daily life where atmospheric pressure is used. Atmospheric the situation in which atmospheric pressure is used. First one, drinking juice using a straw. Here the application of atmospheric pressure is used when first example is drinking juice using straw. അപ്പോൾ ഈ ഡ്രിങ്കിങ് ജ്യൂസ് യൂസിങ് സ്ട്രോ അത് അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് നമ്മൾ ലാസ്റ്റ് ലൈവ് ക്ലാസ്സിൽ ഞാൻ അത് പ്രത്യേകം പറഞ്ഞതാണ്. അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് ഇക്വേഷനാണ്. നമ്മൾ സ്ട്രോ യൂസ് ചെയ്തിട്ട് ജ്യൂസ് ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ആ സ്ട്രോന്നുള്ള ആ എയറിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രോ എന്നുള്ള എയറിനെ ഒന്ന് വലിച്ചെടുക്കണം അല്ലേ. അപ്പോൾ എന്താണ് അതിൽ എയർ പ്രഷർ റെഡ്യൂസ് ചെയ്യും. നമ്മൾ ബനാനയുടെ കേസ് അതേപോലെ എഗ്ഗിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തന്നതാണ്. അപ്പോൾ അവിടെ എന്താ ആ സ്ട്രോൻ്റെ ഉള്ളിലുള്ള എയർ പ്രഷർ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ സ്ട്രോൻ്റെ ഉള്ളിലുള്ള എയർ പ്രഷർ ഇൻസൈഡ് ദി സ്ട്രോ റെഡ്യൂസേഴ്സ്, ദെൻ ദി എയർ എക്സേർട്ട് ഔട്ട് ഓഫ് ദി സ്ട്രോ എക്സേർട്ട് എ പ്രഷർ ഓർ എക്സേർട്ട് എ ഫോഴ്സ് ഇൻ ടു ദ സ്ട്രോ അല്ലേ. അപ്പോൾ നമ്മൾ ആ സ്ട്രോൻ്റെ ഉള്ളിലുള്ള എയർ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ സ്ട്രോൻ്റെ ഉള്ളിൽ എന്തില്ല, എയർ ഇല്ല, അവിടെ എയർ പ്രഷർ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ പുറത്തുള്ള എയർ പാർട്ടിക്കിൾസ്, ഇതിപ്പോൾ സ്ട്രോ ആണെങ്കിൽ നമ്മളിത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ഇല്ല. അപ്പോൾ ഈ പുറത്തുള്ള എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലോട്ടൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജ്യൂസ് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഫില്ലിങ് ഇങ്ക് ഇൻ ഫൗണ്ടൻ പെൻ. നമ്മൾ സാധാരണ ഹീറോ പെന്നിലൊക്കെ ഇങ്ക് ഫില്ല് ചെയ്യൂലേ. ദെൻ വർക്കിംഗ് ഓഫ് സിറിഞ്ചിൻ്റെ വർക്കൊക്കെ എന്താണ്, അക്കോർഡിംഗ് ടു എയർ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നോക്കി നോക്കൂ നെക്സ്റ്റ്, എ ഫ്യൂ സ്റ്റേറ്റ്സ്മെൻറ്റ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫറിക് പ്രഷർ ആർ ഗിവൺ. ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ റീസൺ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പം ഞാൻ എന്ത് ചെയ്യാം, നോട്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഇപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. First one, astronauts wear specially designed cloth. What is the reason why astronauts wear specially designed clothes? It is to maintain air pressure. നമുക്കറിയാം, വെൻ വി ഗോ അപ്വാർഡ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വെൻ വി ഗോ അപ്വാർഡ് ഫ്രം ദി എർത്ത്, നമ്മൾ എർത്തിൽ നിന്ന് അപ്വാർഡ് ഡയറക്ഷനിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യും, എയർ പ്രഷർ റെഡ്യൂസ് ചെയ്യാണ്. മുകളിലോട്ട് പോകുന്തോറും എന്താണ്, എയർ പ്രഷർ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആസ്ട്രോനട്സ് പ്രത്യേക സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ് ഇടുന്ന ഇതിന് വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എയർ പ്രഷർ ഇല്ലാണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ബോഡിയിൽ എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ആസ്ട്രോനട്സ് വിയർ സ്പെഷ്യലി ഡിസൈൻഡ് ക്ലോത്ത്സ്. ഓക്കെ. Then next, as mountaineers climb higher altitude, there is the possibility of nasal bleeding. What is the reason? Mountaineers climb higher altitude, there is the possibility of nasal bleeding. It is the application of air pressure. എന്താണ് നമ്മൾ മൗണ്ടനിയേഴ്സ് ഹയർ ആൾട്ടിറ്റ്യൂഡ്, ഇതൊക്കെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാട്ടോ. ഹയർ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോകുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു ഹയർ ആൾട്ടിറ്റ്യൂഡിൽ എയർ പ്രഷർ വളരെ കുറവാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എയർ പ്രഷർ വളരെ കുറവാകുമ്പോൾ നമ്മളെ ബോഡി എന്ന് പറയുന്നത് സർഫസിലുള്ള എയർ പ്രഷറുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തക്ക രീതിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ദ എയർ പ്രഷർ ഇൻസൈഡ് അവർ ബോഡി ഈസ് ഹയർ ദാൻ ഔട്ട്സൈഡ്. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ബ്രേക്കിംഗ് ഓഫ് സ്മോൾ നെർവ്സ് ഇൻ നോസ്. അപ്പോൾ നോസിലുള്ള ചെറിയ നെർവ്സൊക്കെ ബ്രേക്ക് ചെയ്യും. സോ ദർ ഇസ് എ നാസൽ ബ്ലീഡിങ്, സ്മോൾ നാസൽ ബ്ലീഡിങ് ടേക്സ് പ്ലേസ്. Then fix a rubber suckers on polished surface is the application of air pressure. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു, ദ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ. ദ ഇൻസ്ട്രുമെൻറ്റ് ബാരോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ.
അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഏത്? ബാരോമീറ്റർ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ്. ദെൻ we have to discuss the latest access. First question, classify the following situations into contact and non-contact force. First question, applying brake in a bicycle, it's a contact or non-contact? നമുക്കറിയാം അപ്ലൈയും ബ്രേക്കിൻ്റെ ബൈസൈക്കിൾ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇറ്റ് ഈസ് ത്രൂ കോണ്ടാക്റ്റ് വഴിയല്ലേ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോണ്ടാക്റ്റ് ഫോഴ്സ്. ദെൻ സെക്കൻഡ് വൺ, എ മാംഗോ ഫാളിങ് ഫ്രം എ മാംഗോ ട്രീ. മാംഗോ ട്രീയിൽ നിന്ന് മാംഗോ ഫാൾ ചെയ്യുന്നത് എന്താ? ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്റ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്റ്റിനും നോൺ കോണ്ടാക്റ്റിനും എക്സാമ്പിൾ നോട്ടിൽ എഴുതി തന്നതാണ്. ദെൻ നെക്സ്റ്റ്, എർത്ത് റിവോൾവ്സ് എറൗണ്ട് ദി സൺ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ കോണ്ടാക്റ്റ്. Then the speed of the ball rolling on a ground is reduced. അപ്പോൾ അവിടെ എന്താണ്? ബോളിൻ്റെ സ്പീഡ് കുറയാൻ കാരണം എന്താ? ബാളും ഫ്ലോറും തമ്മിൽ, ഗ്രൗണ്ടും തമ്മിൽ ഒരു ടച്ചിങ് ഉണ്ട് അല്ലേ? ഇറ്റ് ഈസ് ഡ്യൂ ടു കോണ്ടാക്റ്റ് ഫോഴ്സ്. ദെൻ സ്റ്റേറ്റ് ദ റീസൺ. ഇതിൻ്റെ ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദി ഗ്രൗണ്ട് വിത്തൗട്ട് സ്ലിപ്പിംഗ്. വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദി ഗ്രൗണ്ട് വിത്തൗട്ട് സ്ലിപ്പിംഗ് അല്ലേ? നമുക്ക് ഗ്രൗണ്ടിലൂടെ അല്ലെങ്കിൽ ഫ്ലോറിലൂടെ നടക്കാൻ പറ്റുന്നു അല്ലേ? അതിൻ്റെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഈസി ടു കട്ട് വെജിറ്റബിൾ യൂസിങ് എ ഷാർപ്പ് നൈഫ്. നൈഫിൻ്റെ കാര്യം ഷാർപ്പനാക്കാനുള്ള കാരണം എന്താണ്? ടു ഇൻക്രീസ് ഫോഴ്സ് ഓർ ഇറ്റ് ഇൻക്രീസ് പ്രഷർ. ഷാർപ്പ് നൈഫാവുമ്പോൾ ഷാർപ്പ് എഡ്ജിലൂടെ സർഫസ് ഏരിയ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഷാർപ്പ് എഡ്ജിലൂടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹയറായിട്ട് അതിലെന്ത് ചെയ്യും? കൂടുതലായിട്ട് അതിൽ എക്സ്പീരിയൻസ് ചെയ്യും. ദെൻ ദ നമ്പർ ഓഫ് ടയേഴ്സ് ഈസ് മോർ ഫോർ ഗുഡ് വെഹിക്കിൾസ്. വൈ ദ നമ്പർ ഓഫ് ടയേഴ്സ്? ഗുഡ് വെഹിക്കിൾസിൻ്റെ ടയേഴ്സിൻ്റെ നമ്പർ വളരെ കൂടുതലായിരിക്കും. എന്തിനാണ്? ടു റെഡ്യൂസ് പ്രഷർ. ആൻസർ ഞാൻ സെൻഡ് ചെയ്ത് തരാം. The moving parts of machine experience wear and tear. എന്തായിരിക്കും റീസൺ? ഇറ്റ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. അറ്റ്മോസ്ഫറിക് പ്രഷർ യൂണിറ്റ് ഓഫ് അറ്റ്മോസ്ഫറിക് പ്രഷർ ഈസ് ബാർ. ഇറ്റ് ഈസ് മെഷേർഡ് യൂസിങ് ബാരോമീറ്റർ. ദെൻ നെക്സ്റ്റ്, ലൂബ്രിക്കൻ്റ് ഏതായിരുന്നു? ലൂബ്രിക്കൻ്റ് ഫ്രിക്ഷൻ, ഇവിടെ കോക്കനട്ട് ഓയിൽ. Then coconut falling down, that is gravitation, non-contact. Gravitation പിന്നെ എന്താ വരിക? non-contact. Then magnet, attraction, repulsion. Then fourth question നോക്കിയേ. Bubbles rising from the bottom of the water filled in a bottle are depicted. Which is the correct figure? Justify your answer. In this figure, which is the correct? അപ്പോൾ നമുക്കറിയാം, വെൻ എ സ്മോൾ ബബിൾ റൈസിങ് ഫ്രം ബോട്ടം ഓഫ് ദി വാട്ടർ. നമുക്കിപ്പോൾ കുളത്തിലൊക്കെ പോയി നിന്നാൽ അറിയാം, ചെറിയ ബബിൾസ് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും തോറും എന്ത് ചെയ്യും? ദ സൈസ് ഓഫ് ദി ബബിൾ ഇൻക്രീസസ്. നമുക്കറിയാം ബബിളിൻ്റെ സൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പിന്നെ അത് സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും അല്ലേ? അപ്പോൾ എന്താണ്? ദ സൈസ് ഓഫ് ദി എയർ ബബിൾ ഇൻക്രീസസ് ഫ്രം ബോട്ടം ടു ടോപ്പ്. കണ്ടോ? അപ്വാർഡ് ഡയറക്ഷനിൽ ടോപ്പിലോട്ട് വരുംതോറും എന്ത് ചെയ്യണു? അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണു. ബിക്കോസ് ദ എയർ പ്രഷർ ഡിക്രീസ്. നമ്മൾ പറഞ്ഞു, താഴോട്ട് പോകും തോറും എയർ പ്രഷർ ഇൻക്രീസ് ചെയ്യും, മുകളിലോട്ട് വരുംതോറും എയർ പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ദ എയർ പ്രഷർ decreases from bottom of the bottle to top, so size of the air bubble increase. The next, a toy car of 50 gram placed on a polished table with threads attached to it carrying 2 pans passes through pulleys. ഒരു ടോയ് കാർ. വാട്ട് ഡു യു ഒബ്സർവ് ഇഫ് 100 gram ഈച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ബോത്ത് പാൻസ്? ഈ രണ്ട് പാനിലും നമ്മൾ എന്ത് ചെയ്തു? 100 gram ഇട്ടിട്ട് ഹാങ് ചെയ്തു. വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? രണ്ടിലും സെയിം വെയിറ്റ് ആണ്. അപ്പോൾ എന്താണ്? ദ കാർ ഡസ് നോട്ട് മൂവ്. കാരണം രണ്ട് ഭാഗത്തുനിന്നും 2 ഡയറക്ഷനും സെയിം ഫോഴ്സാണ് കിട്ടുന്നത്. സോ കാർ ഡസ് നോട്ട് മൂവ്. ദെൻ വാട്ട് ഡു യു ഒബ്സർവ് ഇഫ്
100 gram is placed on pan A. Pan A 100 gram and 200 gram is placed on pan B. What is the reason or what is observation? Here car move towards pan B. ഇവിടെ 200 അപ്പോൾ ഇവിടേക്കല്ലേ വലിവ് കൂടുക. Car B move towards pan B. Okay. Next we have to take our next chapter, that is magnetism. Magnetism ടെക്സ്റ്റിൽ സെക്കൻഡ് പാർട്ട് ആണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇതോടെ കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് മാഗ്നറ്റിസം. വാട്ട് ഈസ് മെൻ ബൈ മാഗ്നറ്റിസം? മാഗ്നറ്റിസം എന്താണ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Magnetism is the force exerted, or it is the magnetic field, or it is the force exerted by magnet. നമുക്കറിയാം ഒരു മാഗ്നറ്റ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റ് ആകുമ്പോൾ അട്രാക്ഷൻ റിപ്പൽഷൻ ഒക്കെ സംഭവിക്കും അല്ലേ? അപ്പോൾ എപ്പോഴാണ് അട്രാക്ഷൻ നടക്കുന്നത്, എപ്പോഴാണ് റിപ്പൽഷൻ നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഫസ്റ്റ് ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. യു മൈറ്റ് ഹാവ് ഡൺ മെനി എക്സ്പെരിമെൻറ്റ് യൂസിങ് മാഗ്നറ്റ്. ട്രൈ ടു റൈറ്റ് ഡൗൺ സം ഓഫ് ദം. some experiment or some activities related with magnet. First one, separating of iron dust from sand. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ സാൻഡിൽ നിന്ന് നേരെ ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റ് അതിലൂടെ ഇങ്ങനെ, അല്ലെങ്കിൽ ആ മാഗ്നറ്റിനെ ചെറിയൊരു പേപ്പർ പീസിലിട്ടിട്ട് അതിനെങ്ങനെ നമ്മൾ അതിനാകെ കൂടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിൻ്റെ പൗഡർ കിട്ടും അല്ലേ, ഒരു ബ്ലാക്ക് കളറിൽ. അതാ പറയുന്നത് സെപ്പറേഷൻ ഓഫ് അയൺ ഡസ്റ്റ് ഫ്രം സാൻഡ്. അവിടെ മാഗ്നറ്റ് യൂസ് ചെയ്യും. പിന്നെ മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതാ? മാഗ്നറ്റിക് കോമ്പാസ് ഉണ്ട്. കോമ്പാസ് മാഗ്നറ്റിക് കോമ്പാസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദി ഡയറക്ഷൻ. മാഗ്നറ്റിക് കോമ്പാസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഡയറക്ഷൻ. ഓക്കെ. അതേപോലെ നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കൂ. ഹാവിൻ യു സീൻ ടോയ്സ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് മാഗ്നറ്റ്? നമുക്കറിയാം മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുള്ള ടോയ്സ് ഉണ്ട്. അതേപോലെ ചെറിയ ഇപ്പോൾ നമ്മളെ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത് ടോയ് കാർസ്. നോക്കി നോക്കൂ. ലിസ്റ്റ് ദ സിറ്റുവേഷൻസ് വേർ മാഗ്നറ്റ്സ് ആർ യൂസ്ഡ്. which are the situations? First one, toy car. Then second one, bulletin board. ആ ഒരു ബോർഡിൽ നമുക്ക് പിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? മാഗ്നറ്റിക് പീസ് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ബുള്ളറ്റിൻ ബോർഡ്. Then next we have to discuss natural magnet and artificial magnet. What is meant by natural magnet and what is meant by artificial magnet? ഫസ്റ്റ് വൺ, നാച്ചുറൽ മാഗ്നറ്റ്. നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ മുന്നത്തെ ചാപ്റ്റർ, ഫോഴ്സിൻ്റെ ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ലെറ്റേഴ്സ് കംപ്ലീറ്റ് നോട്ടിൽ എഴുതണം കേട്ടോ. ആ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ സെൻഡ് ചെയ്ത് തരാം. നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ നെയിം മാഗ്നറ്റിസം സൈഡിനെ കൊടുക്കുക. മാഗ്നറ്റിസം കൊടുത്തതിന് ശേഷം നാച്ചുറൽ മാഗ്നറ്റ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് സൈഡിനെ കൊടുക്കുക. Then first point, magnets obtained directly from nature are called natural magnets. Magnets obtained directly from nature are called natural magnets. Then next point, artificial magnets are commonly made by artificial magnets are commonly named by commonly made of എന്ന് എഴുതിയത് കേട്ടോ. commonly made of alloys like alnico. Okay. Then different shape of magnets are given. First magnet is bar magnet and second one is magnetic needle. Third one is U-shaped magnet. Fourth one is ring magnet. And fifth one is disc magnet. Bar magnet, magnetic needle,
U-shaped ring magnet and disc magnet. Then here is a figure is given, figure 11.1. Here a bar magnet is hanged. We have a bar magnet. It have two poles, a north pole and a south pole. നിങ്ങൾ സ്കൂളിൽ വന്നതിന് ശേഷം മാഗ്നറ്റ് കാണിക്കാം കേട്ടോ, ബാർ മാഗ്നറ്റ് കാണിക്കാം. എ ബാർ മാഗ്നറ്റ് ഹാസ് two poles, a north pole and a south pole. If a bar magnet is hanged, it directs in north-south direction. ശ്രദ്ധിക്കുക, when we hang or when we suspend a magnet using a thread, this magnet aligns in north-south direction. അപ്പോൾ എപ്പോഴും ഒരു മാഗ്നറ്റ് നമ്മൾ ഡയറക്ഷൻ കണ്ടെത്താനാണ് കോമ്പാസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡയറക്ഷൻ കണ്ടെത്താൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇതും യൂസ് ചെയ്യാം. എന്ത് ചെയ്യുക, നോർത്ത് സൗത്ത് ഡയറക്ഷൻ കണ്ടെത്താൻ. അപ്പോൾ വെൻ എ ഫ്രീലി മൂവിങ് മാഗ്നറ്റ്, എ ഫ്രീലി മാഗ്നറ്റ് ഈസ് സസ്പെൻഡഡ് യൂസിങ് എ ത്രെഡ്, ഇറ്റ് അലൈൻസ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ആ പോയിന്റ് എഴുതട്ടോ. വെൻ എ മാഗ്നറ്റ് it can move freely is suspended using a magnet, it will align itself in the north south direction of earth. അപ്പോൾ നമ്മൾ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ മീൻസ് എ മാഗ്നറ്റ് ആക്ട് ഡിറക്ഷണൽ പ്രോപ്പർട്ടി. അതും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോട്ടോ. ഇറ്റ് ഈസ് ബിക്കോസ് എ മാഗ്നറ്റ് പോസസ് ഡിറക്ഷണൽ പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഇത് എഴുതുക. ദ എൻഡ് ഓഫ് ദി മാഗ്നറ്റ് പോയിൻറ്റിങ് ടു ദ നോർത്ത് ഈസ് ദ നോർത്ത് പോൾ and the other end is the south pole. ഒക്കെ നോട്ടിൽ എഴുതണേ. The next figure, here is another figure is given. Some magnets are arranged in this manner. ഇവിടെ മാഗ്നറ്റിൻ്റെ ഇപ്പം നോർത്ത് പോൾ അങ്ങനെ സെയിം പോൾസിൽ നമുക്കറിയാം. ഇൻ ദി കേസ് ഓഫ് എ മാഗ്നറ്റ്, വാട്ട് അബൌട്ട് ദി അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഓഫ് ദി മാഗ്നറ്റ്? If two magnets or two poles, two same poles are close together, it repels. മാഗ്നറ്റിൻ്റെ കേസിൽ സെയിം പോളുകളാണ് വന്നതെങ്കിലും അതെന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്റ്റ് ഈച്ച് അതർ ആൻഡ് സെയിം പോൾസ് റിപ്പൽസ്. അപ്പോൾ മാഗ്നറ്റിൻ്റെ കേസിൽ സെയിം പോൾസ്, ഇവിടെ നമുക്ക് മാഗ്നറ്റിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്